മിഡിൽ ഈസ്റ്റിനെ വീണ്ടും ഒരു വൻ യുദ്ധത്തിന്റെ നിഴലിലാഴ്ത്തിക്കൊണ്ട് അമേരിക്കയും ഇറാനും തമ്മിലുള്ള നയതന്ത്ര സൈനിക പോരാട്ടം അതിന്റെ പരമകോടിയിലെത്തിയിരിക്കുകയാണ്. ഇറാനെതിരെ നടത്താനിരുന്ന അതിശക്തമായ സൈനിക ആക്രമണ പദ്ധതി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് താൽക്കാലികമായി നിർത്തിവെച്ചെന്ന സ്ഥിരീകരണത്തിന് പിന്നാലെ വാഷിംഗ്ടണിന് കടുത്ത മുന്നറിയിപ്പുമായി ടെഹ്റാൻ രംഗത്തെത്തി കഴിഞ്ഞു. മേഖലയിൽ ഏത് നിമിഷവും ഒരു വൻ സ്ഫോടനം പ്രതീക്ഷിക്കാവുന്ന തരത്തിലാണ് നിലവിൽ കാര്യങ്ങളുടെ പോക്ക്. ഇരുപക്ഷത്തു നിന്നും ഉയരുന്ന യുദ്ധപ്രസ്താവനകൾ അന്താരാഷ്ട്ര സമൂഹത്തെയാകെ വലിയ ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. അമേരിക്കയുടെ ഭാഗത്തു നിന്ന് യാതൊരു വിധത്തിലുള്ള പ്രകോപനമുണ്ടായാലും അതിന് അതിവേഗത്തിലും അതീവ ശക്തമായും മറുപടി നൽകുമെന്നാണ് ഇറാന്റെ സൈനിക കമാൻഡർ മേജർ ജനറൽ അലി അബ്ദുള്ളാഹി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ട്രംപിന്റെ പിന്മാറ്റത്തെ ഒരു തന്ത്രപരമായ നീക്കമായി മാത്രം കാണുന്ന ഇറാൻ തങ്ങളുടെ പ്രതിരോധ സജ്ജീകരണങ്ങളിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന വ്യക്തമായ സന്ദേശമാണ് നൽകുന്നത്. ഇറാനെതിരെയുള്ള സൈനിക ആക്രമണത്തിനുള്ള എല്ലാ പദ്ധതികളും വാഷിംഗ്ടൺ പൂർത്തിയാക്കിയിരിക്കുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ അവസാന നിമിഷമുണ്ടായ ചില തന്ത്രപരമായ ഇടപെടലുകളെ തുടർന്ന് ആക്രമണ ഉത്തരവ് താൽക്കാലികമായി മാറ്റിവെക്കാൻ ട്രംപ് നിർബന്ധിതനാവുകയായിരുന്നു. ഈ വിവരം ട്രംപ് തന്നെ പരസ്യമായി സ്ഥിരീകരിച്ചതോടെയാണ് മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ കൂടുതൽ സങ്കീർണമായത്. മേഖലയിലെ അമേരിക്കയുടെ പ്രധാന സഖ്യകക്ഷികളായ സൗദി അറേബ്യ, ഖത്തർ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നീ രാജ്യങ്ങളുടെ കടുത്ത സമ്മർദ്ദത്തെ തുടർന്നാണ് ട്രംപ് ആക്രമണ പദ്ധതിയിൽ നിന്ന് തൽക്കാലം പിന്നോട്ടു പോയതെന്നാണ് വ്യക്തമാകുന്നത്. ഇറാനുമായി ഒരു നേരിട്ടുള്ള യുദ്ധമുണ്ടായാൽ അതിന്റെ ആദ്യത്തെ ഇരകൾ തങ്ങളായിരിക്കുമെന്ന തിരിച്ചറിവ് ഈ ഗൾഫ് രാജ്യങ്ങൾക്കുണ്ട്. ഗൾഫ് രാജ്യങ്ങളുടെ ഈ ആവശ്യത്തിന് പിന്നിൽ കൃത്യമായ സാമ്പത്തിക സുരക്ഷാ താല്പര്യങ്ങളുണ്ട്. ലോകത്തിന്റെ ഊർജ്ജ വിതരണ ശൃംഖലയുടെ ഹൃദയഭാഗമായ മിഡിൽ ഈസ്റ്റിൽ ഒരു യുദ്ധമുണ്ടായാൽ അത് ആഗോള എണ്ണ വിപണിയെ തകിടം മറിക്കും. തങ്ങളുടെ എണ്ണ ഉൽപാദന കേന്ദ്രങ്ങൾക്കും തന്ത്രപ്രധാനമായ അടിസ്ഥാന സൗകര്യങ്ങൾക്കും നേരെ ഇറാന്റെ ഭാഗത്തു നിന്ന് മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന ഭയം സൗദിക്കും UAE-ക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ യുദ്ധം ഒഴിവാക്കാനുള്ള പരമാവധി ശ്രമങ്ങളാണ് ഈ രാജ്യങ്ങൾ നടത്തുന്നത്. എന്നിരുന്നാലും തങ്ങൾ ഈ ആക്രമണം പൂർണ്ണമായും ഉപേക്ഷിച്ചിട്ടില്ല എന്നും ചർച്ചകൾ പരാജയപ്പെട്ടാൽ സൈനിക നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും തന്നെയാണ് അമേരിക്ക നൽകുന്ന സൂചന. ഇറാനെ സാമ്പത്തികമായും രാഷ്ട്രീയമായും പൂർണ്ണമായി ഒറ്റപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ട്രംപ് ഭരണകൂടം നീങ്ങുന്നത്. ഇതിനായി കൂടുതൽ കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്താനും അമേരിക്ക ആലോചിക്കുന്നുണ്ട്. മേജർ ജനറൽ അലി അബ്ദുള്ളാഹിയുടെ പ്രസ്താവന ഇറാന്റെ സൈനിക ശക്തിയുടെയും ആത്മവിശ്വാസത്തിന്റെയും പ്രതിഫലനമായാണ് വിലയിരുത്തപ്പെടുന്നത്. കേവലം ഒരു പ്രതിരോധ യുദ്ധത്തിനപ്പുറം അമേരിക്കയുടെയും അവരുടെ സഖ്യകക്ഷികളുടെയും താവളങ്ങളെ ലക്ഷ്യമിട്ടുള്ള പ്രത്യാക്രമണത്തിന് ഇറാൻ സജ്ജമാണെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. നിലവിൽ ഇരുപക്ഷവും തമ്മിലുള്ള നയതന്ത്ര ചർച്ചകൾ സജീവമായി നടക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. അന്താരാഷ്ട്ര മധ്യസ്ഥന്മാരും ചില യൂറോപ്യൻ രാജ്യങ്ങളും യുദ്ധം ഒഴിവാക്കാനായി ഇരു രാജ്യങ്ങളുമായി ആശയവിനിമയം നടത്തുന്നുണ്ട്. എന്നാൽ ഇരുപക്ഷവും മുന്നോട്ട് വയ്ക്കുന്ന നിബന്ധനകൾ പരസ്പരം അംഗീകരിക്കാൻ കഴിയാത്ത തരത്തിലുള്ളതായതിനാൽ ഈ ചർച്ചകൾ എങ്ങും എത്താതെ നിൽക്കുകയാണ്. ട്രംപ് ഭരണകൂടത്തിന്റെ പ്രവചനാതീതമായ വിദേശ നയം മിഡിൽ ഈസ്റ്റിലെ പ്രതിസന്ധിയെ കൂടുതൽ സങ്കീർണമാക്കുന്നുണ്ട്. പെട്ടെന്നുള്ള തീരുമാനങ്ങളിലൂടെയും കടുത്ത പ്രസ്താവനകളിലൂടെയും അന്താരാഷ്ട്ര രാഷ്ട്രീയത്തെ ഞെട്ടിക്കുന്ന ട്രംപ് ഇറാൻ വിഷയത്തിൽ അടുത്തതായി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് ആർക്കും പ്രവചിക്കാൻ കഴിയാത്ത കാര്യമാണ്. ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതികളുമായി മുന്നോട്ടു പോകുന്നതും പ്രാദേശിക സായുധ ഗ്രൂപ്പുകൾക്ക് നൽകുന്ന പിന്തുണയുമാണ് അമേരിക്കയെ പ്രധാനമായും ചൂണ്ടിപ്പിക്കുന്നത്. ലബനനിലെ ഹിസ്ബുള്ള, യമനിലെ ഹൂതികൾ തുടങ്ങിയ സംഘടനകൾക്ക് ഇറാൻ നൽകുന്ന ആയുധ സഹായം തങ്ങളുടെ പൗരന്മാർക്കും സഖ്യകക്ഷികൾക്കും ഭീഷണിയാണെന്ന് അമേരിക്ക വാദിക്കുന്നു. ഈ വാക്പോരുകൾക്കിടയിലും യുദ്ധഭീതി ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് മേഖലയിലെ സാധാരണ ജനങ്ങളെയാണ്. എപ്പോൾ വേണമെങ്കിലും മുകളിൽ നിന്ന് മിസൈലുകൾ പതിക്കാമെന്ന ഭീതിയിലാണ് മിഡിൽ ഈസ്റ്റിലെ പല നഗരങ്ങളും കഴിയുന്നത്. യുദ്ധമുണ്ടായാൽ വൻ തോതിലുള്ള ജീവഹാനിയും പട്ടിണിയും അഭയാർത്ഥി പ്രവാഹവും ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് മനുഷ്യാവകാശ സംഘടനകൾ ഇതിനകം തന്നെ നൽകിയിട്ടുണ്ട്. അമേരിക്കയുടെ നീക്കങ്ങളെ റഷ്യയും ചൈനയും അതീവ ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നത്. ഇറാന്റെ തന്ത്രപ്രധാന പങ്കാളികളായ ഈ രണ്ട് വൻ ശക്തികളും അമേരിക്കയുടെ ഏകപക്ഷീയമായ സൈനിക നീക്കങ്ങളെ ശക്തമായി എതിർക്കുന്നുണ്ട്. മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയുടെ സ്വാധീനം വർദ്ധിക്കുന്നത് തടയാൻ റഷ്യയും ചൈനയും ഇറാന് നയതന്ത്രപരവും സൈനികവുമായ പിന്തുണ നൽകിയേക്കും. ഗൾഫ് മേഖലയിലെ യുദ്ധ സാഹചര്യം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെയും വൻതോതിൽ ബാധിക്കും.
ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാരാണ് ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നത്. അവരുടെ സുരക്ഷയും അവിടെ നിന്നുള്ള പണമൊഴുക്കും ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ ജീവനാഡിയാണ്. കൂടാതെ എണ്ണവിലയിൽ ഉണ്ടാകുന്ന നേരിയ വർധനവ് പോലും ഇന്ത്യയിൽ വലിയ വിലക്കയറ്റത്തിന് കാരണമാകും. ഇറാന്റെ സൈനിക വ്യൂഹം തങ്ങളുടെ ഭൂഗർഭ മിസൈൽ നഗരങ്ങളും അത്യാധുനിക ഡ്രോൺ സാങ്കേതിക വിദ്യകളും യുദ്ധത്തിനായി സജ്ജമാക്കി നിർത്തിയിരിക്കുകയാണ്. ഒളിപ്പോരിലും മിന്നൽ ആക്രമണങ്ങളിലും ദീർഘകാലത്തെ പരിചയമുള്ള ഇറാൻ സൈന്യത്തെ അത്ര പെട്ടെന്ന് കീഴ്പ്പെടുത്താൻ അമേരിക്കയ്ക്ക് കഴിയില്ലെന്ന് സൈനിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. തങ്ങൾ സമാധാനമാണ് ആഗ്രഹിക്കുന്നതെങ്കിലും യുദ്ധം അടിച്ചേൽപ്പിച്ചാൽ അതിൽ നിന്ന് ഒളിച്ചോടില്ലെന്ന നിലപാടാണ് ഇറാന്റെ പൊതുസമൂഹം പങ്കുവെക്കുന്നത്. അമേരിക്കൻ ഉപരോധങ്ങൾ കാരണം വർഷങ്ങളായി കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ജനങ്ങൾ വിദേശ ആക്രമണം ഉണ്ടായാൽ ഭരണകൂടത്തിനൊപ്പം ഉറച്ചു നിൽക്കുമെന്ന സൂചനകളാണ് നൽകുന്നത്. വരും ദിവസങ്ങളിൽ ട്രംപ് ഭരണകൂടം എടുക്കുന്ന തീരുമാനങ്ങൾ മിഡിൽ ഈസ്റ്റിന്റെ ഭാവി നിർണയിക്കും. നയതന്ത്ര ചർച്ചകൾക്ക് അനുവദിച്ച സമയം അവസാനിക്കുന്നതോടെ അമേരിക്ക എന്ത് നിലപാട് സ്വീകരിക്കുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഏതായാലും വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിലുള്ള ഈ അടിയന്തര സാഹചര്യം അന്താരാഷ്ട്ര നയതന്ത്ര രംഗത്തെ ഏറ്റവും സങ്കീർണമായ അധ്യായങ്ങളിലൊന്നായി മാറിക്കഴിഞ്ഞു. വാക്കുകൾ കൊണ്ടുള്ള യുദ്ധം എപ്പോൾ വേണമെങ്കിലും ആയുധങ്ങൾ കൊണ്ടുള്ള മഹാവിപത്തായി മാറാം. വൻ ശക്തികളുടെ ഈ ഈക്കോ പോരാട്ടത്തിൽ മിഡിൽ ഈസ്റ്റ് എന്നേക്കുമായി ഒരു യുദ്ധക്കളമായി മാറുമോ എന്ന ആശങ്ക മാത്രമാണ് ഇപ്പോൾ ബാക്കിയാകുന്നത്.